എന്താടി മോളെ, ഓടി വിളിക്കാൻ നിനക്ക് സ്ഥലമൊന്നും കിട്ടിയില്ലേ? നീ എന്താടി ഞങ്ങളെ കുറിച്ച് കരുതിയേ? നീ നിന്റെ അമ്മയും കളരിക്കൽ നടത്തുന്ന നാടകം ഞങ്ങളെ കൊണ്ട് പിടിക്കാനാവില്ലെന്നോ? ഇത്രയും നാള് നീ മാത്രമല്ല, നിന്നെ പോലെ വേറൊരുത്തി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞു. നീയും പറഞ്ഞു. അതെന്തായാലും ഇന്ന് നിനക്ക് ഞങ്ങൾ തെളിയിച്ചു തരാം. നിനക്ക് മാത്രമല്ല, ഈ കളരിക്കൽ കുടുംബത്തിലുള്ള മുഴുവൻ പേർക്കും. ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്താ നീ വന്ന് കേറിയത്. നിന്നെ കയ്യോടെ പിടിക്കപ്പെട്ട് ഇവിടുന്ന് പുറത്താകുന്നത് എനിക്ക് കണ്ണു നിറച്ചൊന്ന് കാണണം. ഒന്ന് മാറി പൊള്ളൂ. നീ ഗാഥാ ശ്രീനിവാസല്ലേ, അല്ലാതെ കൽക്കുരിയൊന്നുമല്ലല്ലോ. നിന്റെ ഇടപാടിന്ന് കഴിഞ്ഞടി മോളെ. എടി കീർത്തി, നീ ചെന്ന് അവനെ വിളിച്ചോണ്ട് വന്നേ. ഇപ്പൊ നമ്മള് പറഞ്ഞപ്പോ പോലും നമുക്ക് ഭ്രാന്താണെന്ന് അവനല്ലേ പറഞ്ഞേ? അവൻ ആദ്യം കാണട്ടെ ഇവിടെ. ശരി മോളെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടാനെ പറഞ്ഞു ഞാൻ. എന്തിനാ ഇങ്ങനെ പിടിച്ചു വെക്കുന്നേ? അടങ്ങി നിക്കടി അവിടെ. മിണ്ടാതെ അവിടെ അടങ്ങി നിക്കടി. എല്ലാരും നിന്നെ ഒന്ന് കാണട്ടെ. നവീൻ ഡോർ തുറക്ക്. നവീൻ, എന്താടി? ഞങ്ങള് പറഞ്ഞപ്പോ നവീൻ വിശ്വസിച്ചില്ലല്ലോ. നവീനെ കാണാനുള്ള കാഴ്ച ഞങ്ങള് കാണിച്ചു തരാം. വാ പന്നി, വാ. വരാനല്ലേ പറഞ്ഞേ? വാ കാണിച്ചു തരാം. കേറി വാ. കൈ വിട്. വാ ഇങ്ങോട്ട്. ഇനി വിടാനല്ലേ പറഞ്ഞേ? വിടില്ലടി ഞാൻ. നീ വന്നല്ലോ. എന്താ ഇവിടെ? ഏത് കഥ? നിന്റെ കൂടെ ഇപ്പൊ പുറത്തുനിന്ന് കേറി വന്ന കഥയോ? ഇവിടെ നിന്ന് നോക്കിയേ. ഈ രൂപത്തിലാണോ ഇവള് നിന്റെ കൂടെ കേറി വന്നത്? കഥ ഇതിനിടയ്ക്ക് എപ്പോഴാ ഡ്രസ് ചേഞ്ച് ചെയ്ത്? ചോദിക്കേ. ആ ചോദ്യം തന്നെയാ ഞങ്ങൾക്കും വേണ്ടത്. എടാ പൊന്നു മോനെ, ഇവള് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഇവളാണ് നിന്റെ കൂടെ വന്നതെങ്കില് ഇവിടെ ഉണ്ടായിരുന്നത് വേറൊരുത്തിയാ. അതല്ല, അവളാണ് നിന്റെ കൂടെ വന്നതെങ്കിൽ ഇവള് വേറൊരുത്തിയാ. ഇവള് ആരാ ഏതാന്നൊക്കെ നീ തന്നെ ചോദിച്ചു നോക്ക്.